ഇനി എക്സി ലെവലിൽ ഓരോ പഞ്ചായത്തിൻ്റെയും റോഡ്സ് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്കിപ്പോൾ സർവേ ചെയ്യുന്ന റോഡ്സിൻ്റെ 2750 റോഡ്സ് ഈ ബ്ലോക്കിൻ്റെ കീഴിൽ സർവേ ചെയ്തിട്ടുണ്ട്. അതിൽ അപ്രൂവ് ആയതിനു ശേഷം മാത്രമേ വെരിഫിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. ഫസ്റ്റ് വെരിഫിക്കേഷൻ ബൈ സർവേയർ ആണ്, നെക്സ്റ്റ് വെരിഫിക്കേഷൻ ബൈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആണ്. അതിനുശേഷം ജില്ലാ പഞ്ചായത്തിലെ എല്ലാ റോഡ്സും ഗ്രാമപഞ്ചായത്തിൻ്റെ 25% ഓഫ് ദ റോഡ്സും സിസ്റ്റം ജനറേറ്റഡ് ആയിട്ട് റാൻഡം വെരിഫിക്കേഷൻ എക്സി കിട്ടുന്നതായിരിക്കും. സോ നമ്മൾ എടുക്കുന്ന പഞ്ചായത്ത് ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം റാൻഡം വെരിഫിക്കേഷൻ ബൈ എക്സി സെലക്ട് ചെയ്യുക. പുതിയൊരു ടാബിലേക്ക് ആ ട്രാക്ക് ഡയറക്റ്റ് ചെയ്യും. അത് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ 117 എൻട്രീസ് ആണ് കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ നിന്നും വെരിഫിക്കേഷന് വേണ്ടി എക്സിക്ക് വന്നിരിക്കുന്നത്. ഇതിൽ ഷോ 10 റോസ് എന്നാണ് ഡിഫോൾട്ടായിട്ട് കാണിക്കുന്നത്. അത് ഷോ ഓൾ എന്ന് കൊടുക്കുക. നെക്സ്റ്റ് കോളം വിസിബിലിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം ഓണർഷിപ്പ്, ലെങ്ത്ത്, ലാൻഡ് വിഡ്ത്ത്, ഫോർമേഷൻ വിഡ്ത്ത്, കാരേജ് വിഡ്ത്ത്, സർഫസ് ടൈപ്പ് ഇത്രയും ചെക്ക് ചെയ്യുക. ഇതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വരും. ഇതിൽ ഓണർഷിപ്പിനകത്ത് ജില്ലാ പഞ്ചായത്ത് റോഡുകളാണെങ്കിൽ അതങ്ങനെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഗ്രാമപഞ്ചായത്ത് റോഡ്സ് ഗ്രാമപഞ്ചായത്ത് എന്നുള്ള രീതിയിലായിരിക്കും ഓണർഷിപ്പിനകത്ത് കാണിക്കുന്നത്. ഇനി ഇഷ്യൂസ് ഒന്നുമില്ല, കറക്റ്റാണ്, റോഡ് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണ് എന്ന് ബോധ്യമാണെങ്കിൽ ഡയറക്റ്റായിട്ട് വെരിഫൈ ചെയ്യാം. ഇല്ല, എഡിറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് ആക്ഷൻ ബട്ടണിനകത്ത് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു ടാബിലേക്ക് ഡയറക്റ്റ് ചെയ്യും. അവിടെ റൈറ്റ് സൈഡിൽ മാപ്പ് വന്നു എന്ന് ഉറപ്പ് വരുത്തുക. ലെങ്ത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ബാക്കി ഡീറ്റെയിൽസ് ഏതെങ്കിലും എഡിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം. വാർഡ് നമ്പറും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ലെങ്ത്തും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റിഫ്രഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുകയുള്ളൂ. ഏതെങ്കിലും റോഡ്സ് ഡിലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് മാർക്ക് ടു ഡിലീറ്റും കൊടുക്കാവുന്നതാണ്. ഇനി ഈ റോഡ്സിൻ്റെ റോഡ് ഐ ഡി ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം മാപ്പിലേക്ക് തിരിച്ച് വന്ന് ഇവിടെ ഷോ ഓൾ എന്ന് കൊടുത്തതിന് ശേഷം കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ റോഡിലേക്ക് നമുക്ക് ഡയറക്റ്റ് ചെയ്ത് കാണിക്കും. ഇങ്ങനെയും വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം.